പക്ഷിശാസ്ത്രം. ഇവിടെ ആരുമില്ല. സാറന്മാരെ, പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രം. പക്ഷി കൊള്ളാം, ഒന്ന് വിളിച്ചാലോ? വെറുതെ ഇല്ല, അലവലാതിയാ. ജനിച്ചിട്ട് കുളിച്ചു കാണുകയല്ല. അതൊക്കെ നമുക്ക് കുളിപ്പിക്കാളിയാ. പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രം. അളിയോ, വിളിക്കട്ടെ? സംശയിക്കണ്ട സാർ, നടന്നതും പറയും, നടക്കാനിരിക്കുന്നതും പറയും, എല്ലാം പറയും. നടക്കുന്നു ഇരിക്കുന്നു ഒന്നും നമുക്കറിയണ്ട, കാര്യം വല്ലതും നടക്കുമെന്ന് മാത്രം അറിഞ്ഞാ മതി. നടക്കും സാർ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. കൈ കാണിച്ചേ. തോമസേ, കാര്യമൊക്കെ നടക്കുന്ന തോന്നുന്നേ. ഇഷ്ടദേവൻ ഹനുമാനാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? മോഹം കണ്ടപ്പോഴേ മനസ്സിലായി. ചെറുതാനെ, ഇവിടെ നിന്ന് കഴിക്കും കാലൊന്നും പിടിക്കില്ലേ, നമുക്ക് അകത്തോട്ട് കയറാം. എന്തിനാ അകത്തോട്ട് പോണേ? ഇവിടെ നിന്നോണ്ട് മതി. അയ്യേ, ഇവിടെ നിന്നോ? ആളെ വേണ്ട, മോശമല്ലേ? എന്ത് മോശം? കൈ കാണിച്ചേ. ഒച്ച വയ്ക്കാതെ, അപ്പുറത്തൊക്കെ ആളുകളുള്ളതാ. അപ്പുറത്തെ ആളുണ്ടോ? പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രം. തൊലക്കല്ലേ, നമ്മള് മാത്രം കേട്ടാ പോരെ. ഇതെനിക്ക് തരുവോ? കൈ നോക്കണമെങ്കിൽ കാശതാ. കാശൊക്കെ തരാം, അകത്തോട്ട് വാ. വാ. എന്താ പിടിക്കാവളെ? വിടരുത്. ഇങ്ങോട്ട് പോരെ. വിടരുത്. വേഗം വാ. മുരളി, എനിക്ക് വേഗം വാ. വാ. മുരളി, മുരളി, നിക്കവിടെ. ടീച്ചർ ഇങ്ങോട്ട് വാ. മുരളി, 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 മുരളി. വരാൻ
വാടാ അച്ഛാ, വാടാ അങ്ങോട്ട്. ഇവനെ വികൃതി ചേർക്കാൻ കക്ക നടക്കായിരുന്നു. എടാ, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ സ്ഥിതി? സത്യം പറയണം. നിനക്ക് വിശന്നിട്ടാണോ കട്ടത്? പറയടാ, ചോദിച്ചു കേട്ടില്ലേ? എന്താ വത്സല ഇത്? നീയും കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മുരളി, ഇങ്ങ് വാ. ആ ഓനിങ്ങ് വാ. ചെല്ലങ്ങോട്ട്. കരയാതെ. എന്തിനാ കുട്ടി സ്കൂളിലും കയറാതെ വീട്ടിലും കയറാതെ അലഞ്ഞു നടക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറ. നിപ്പ് കണ്ടില്ലേ? അഹങ്കാരം, അഹങ്കാരം. വത്സല നിന്റെ ടീച്ചറല്ലേ മോനെ? ടീച്ചർ വഴക്ക് പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ കരയാമോ? മോന്റെ പഠിപ്പ് നിർത്തിയെന്നും വല്ലവരുടെയും കൂടെ അലയുവാണെന്ന് അറിഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്ത് വിഷമം വരുമെന്ന് അറിയാമോ നിനക്ക്? ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ടീച്ചർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കരയാതെ, കണ്ണു തുടക്കി. വരൂ. ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. ആരുമില്ലായിരുന്നു എനിക്കും. വൈകുന്നേരങ്ങളിൽ വള്ളം ഊന്നാൻ പോകുമ്പോൾ 2.5 ചക്രം കിട്ടും. അതുകൊണ്ടായിരുന്നു എൻ്റെ പഠിപ്പും ഭക്ഷണവുമൊക്കെ. പഠിപ്പ് മാത്രം കളയരുത് കുഞ്ഞെ. നിന്റെ പഠിപ്പിനുള്ള ചെലവ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ നിന്റെ വീട് വിട്ട് എങ്ങും പോകരുത്. അവരാരും നിന്നെ നോവിക്കാതെ ഞങ്ങൾ നോക്കാം. വരൂ. ഞാൻ പറയുന്നത് കേൾക്കാതെ പിന്നെ ആ തെണ്ടക്കാരുടെ കൂടെ പോവാണെങ്കിലേ എല്ലാവർക്കും എതിരെ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുത്ത് നിന്നെ ജയിലിൽ പിടിച്ചിടും. പോലീസുകാരെ നിന്നെ നിന്റെ കൂട്ടരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. ഇരിക്ക്. നിനക്ക് വിശന്നിട്ടാണോ കക്കാൻ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ, ഇത് മുഴുവൻ നീ തിന്നു തീർക്കണം ഒറ്റയിരിപ്പില്. കഴിക്ക്. മടിക്കണ്ട മുരളി. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. കഴിച്ചോളൂ. ഞാൻ നിന്റെ ടീച്ചറല്ലേ. എന്തിനാ പിന്നെയും കരയുന്നത്? ടീച്ചറെ, എനിക്ക് ഞാൻ വീട്ടിൽ പോകണ്ട. ഞാൻ പോവില്ല, ഒരിക്കലും ഞാൻ പോവില്ല. ആ ശരി ശരി, നീ കഴിക്ക്. ഞാൻ നിന്നെ വിടുന്നില്ല, ഇവിടെ നിർത്തി പഠിപ്പിക്കാം. പക്ഷെ നീ സത്യം ചെയ്യണം, ഇനി മേലിൽ ആ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ പോവില്ലെന്ന്. സത്യം ചെയ്യ. നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യണം. എന്നെ കൊണ്ട് സത്യം ചെയ്യ. ചോറിന്റെ മുമ്പിലിരുന്ന സത്യം തെറ്റിയാ കണ്ണുകൂട്ടി പോവും. കഴിക്ക്. കുറച്ചുകൂടി തടി, വിശപ്പ് കിട്ടില്ല. കൊറേ ആയല്ലോ മോന്ത്രി, ഇനി ഇല്ല. എടി, ഞാൻ പട്ടിണി ചത്തുപോടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ലക്ഷ്മി, നിന്റെ കാലത്തിലും കുറച്ചുകൂടി തടി. മോള് കഞ്ഞി കുടിക്കണില്ലേ? ആ വേണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചേക്ക്. പോതാളെ കഞ്ഞി കുടിക്ക ലക്ഷ്മി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ചെക്കൻ പോയ ദണ്ണവാ പെണ്ണിന്. ലക്ഷ്മി പിണങ്ങിയിരിക്കുക. എന്തിനാ പിണങ്ങിയിരിക്കണേ? ലക്ഷ്മിക്ക് വാങ്ങിയതാ വള. ശൃംഗരിക്കാൻ വന്നിരിക്കണോ? അയ്യോ, നീ ഒരു ആണാണോടെ? അവളങ്ങനെ തല്ലി മേടിച്ച് വന്നിരിക്കാൻ ജന്തു. ലക്ഷ്മി, എന്താ ഇത്? എന്താ മോളെ ഇത്? നീ ഇങ്ങനെ തുടങ്ങിയാലോ? അവൻ പോയെങ്കിൽ പോട്ടെ. എവിടുന്നോ വന്നു, എങ്ങോട്ടോ പോയി. അങ്ങനെ കരുതിയാ മതി. കരയാതെ മോളെ.